ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും നാം അവസാനം ചിന്തിച്ച സമാധാനത്തെക്കുറിച്ച് അല്പം കൂടി നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തു സമാധാന പ്രഭുവാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ കൃത്രിമവും നിലനിൽക്കുന്നതുമായ എല്ലാ സമാധാനവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നത് ദൈവിക നിയമമാകയാൽ ജനം പാപം ചെയ്യുമ്പോൾ ദോഷവും അനർത്ഥ ഫലങ്ങളും അവൻ കൊയ്തേ മതിയാകത്തുള്ളൂ, അല്ലെങ്കിൽ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ദൈവിക സമാധാനം കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും അവിശ്വാസികളോടുള്ള ബന്ധത്തിലും അത് പ്രതിഫലിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നാം സമാധാന സുവിശേഷം ഘോഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യവും അതുതന്നെയാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ക്രിസ്തുവിന് എതിരെ പ്രവർത്തിക്കുന്നവനാണല്ലോ എതിർ ക്രിസ്തു. അവന്റെ പദ്ധതി മുഴുവനും എങ്ങനെ മനുഷ്യരിലെ സമാധാനമില്ലാതാക്കി കളയാം, ലോകത്തെ സമാധാനമില്ലാതാക്കി കളയാം എന്നുള്ളതാണ് അവന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. യേശയ്യാ പ്രവചനം 14 തന്നെ അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന പല പദങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദുഷ്ടൻ, വാഴുന്നവരുടെ ചെങ്കോൽ, വംശങ്ങളെ നശിപ്പിക്കുന്നവൻ, ജാതികളെ ഭരിക്കുന്നവൻ, വിശുദ്ധന്മാരെ ഉപദ്രവിക്കുന്നവൻ, ഭൂമിയെ നടുക്കുന്നവൻ, വംശങ്ങളെ ജയിക്കുന്നവൻ, ഭൂമിയെ തുടച്ച് നീക്കുന്നവൻ, പട്ടണങ്ങളെ ഇടിച്ച് കളയുന്നവൻ, തടവുകാരോട് ദയയില്ലാത്തവൻ, സ്വന്തം ജനത്തെ ഒറ്റിക്കൊടുക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നവൻ, ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവൻ എന്നൊക്കെ യേശയ്യാ പ്രവചനത്തിൽ ആ 14-ാം അധ്യായത്തിൽ തന്നെ പല അവന്റെ വിശേഷണ പദങ്ങളാണ് അവിടെ നാം കാണുന്നത്. കൂടാതെ വെളിപ്പാട് പുസ്തകത്തിലും മറ്റു പല ഭാഗങ്ങളിലും അവനെക്കുറിച്ച് പറയുന്ന അനേക പദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എന്നും സമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവനാണ് എതിർ ക്രിസ്തു, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം നോക്കുമ്പോൾ ഭൂമിയിൽ എവിടെയും സമാധാനമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭയാനകമായ വാർത്ത കേൾക്കുവാനായിട്ട് ഇടയായിത്തു. ഒരമ്മായിയമ്മ അവരുടെ മരുമകളെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് വെളുപ്പാങ്കാലത്ത് ഉറങ്ങിക്കിടക്കുന്ന മരുമകളെ നിർദാക്ഷിണ്യം വെട്ടി, അനേക വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തു. അങ്ങനെ ലോകത്ത് ഓരോ ദിവസവും എവിടെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കുടുംബങ്ങളിൽ കേൾക്കുന്നു. അതേപോലെ ലോകരാഷ്ട്രങ്ങളിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനക്കേടുകൾ. എത്രയോ നാളുകളായി യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ കൊലയും കൊള്ളിവയ്പും യുദ്ധവും ഒന്നും യഥാർത്ഥമായത് ആര് ചെയ്താലും അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവികമല്ല, അത് സമാധാനത്തിന്റെ ആത്മാവല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. അപ്പോൾ ആ സമാധാന പ്രഭുവിനെ ഉള്ളതുപോലെ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ് ആവശ്യം, ലോകം ഏറ്റെടുക്കുകയാണ് ആവശ്യം. അല്ലെങ്കിൽ ഇതേപോലെയുള്ളതായ അസമാധാനങ്ങൾ വർദ്ധിച്ച് കൊലയും കൊള്ളിവയ്പും അവസാനം അവരുടെ ആത്മാക്കൾ നിത്യനരകത്തിലുമാണ് ചെന്ന് നിപതിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജനത്തെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ലോകത്തിന് സമാധാനം കൈമാറ്റം ചെയ്തു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ്. ആ ദൗത്യമാണ്
ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് മറന്നുപോകാതെ വണ്ണം നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ആ സമാധാന സുവിശേഷം ഘോഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. പരമസമ്പന്നനി ധരണിയിൽ